നമുക്കൊപ്പം എം എൻ കാരശ്ശേരി മാഷ് കൂടി ചേരുകയാണ് ഈ ഒരു സമയത്ത്. മാഷെ, എന്തായാലും എം കെ സാനു മാഷുടെ വിയോഗം അത് സാംസ്കാരിക ലോകത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. സാംസ്കാരിക ലോകത്തിന് മാത്രമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തും വലിയ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ അത്തരത്തിലായിരുന്നു. ഈ ഒരു സമയത്ത് താങ്കൾ ഏത് രീതിയിലാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് വിലയിരുത്താൻ താല്പര്യപ്പെടുന്നത് മലയാളം അധ്യാപകർക്ക് വളരെയധികം അന്തസ്സ് ഉയർത്തിയ ഒരാളാണ് സാനു മാഷ്. ഒരു മലയാള അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അത് പാണ്ഡിത്യം കൊണ്ടും പ്രഭാഷണം കൊണ്ടും പ്രബന്ധരചന കൊണ്ടും മൂല്യനിഷ്ഠമായ ജീവിതത്തെ പറ്റിയുള്ള ആദി കൊണ്ടും വിദ്യാർത്ഥികളെയും സമൂഹത്തെയും നേർവഴിക്ക് നയിക്കുന്ന ആളുകളാണ് എന്നൊരു ഇമേജ് ഉണ്ടാക്കിയാൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അത് ആ കൂട്ടത്തിൽ നമ്മൾ മുണ്ടശ്ശേരി മാഷെ കാണും, അഴീക്കോട് മാഷെ കാണും, ONV സാറിനെ കാണും, ലീലാവതി ടീച്ചറെ കാണും. ഭാഗ്യവശാൽ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മഹാഭാഗ്യം. അങ്ങനെ ആ തരത്തില് ഉള്ള ഒരു ആളാണ് സാനു മാഷ്. അത് ഒരു ചെറിയ കാര്യമല്ല. കാരണം അദ്ദേഹം അവസാന നിമിഷം വരെ പ്രവർത്തന നിരതനായിരുന്നു. മീറ്റിങ്ങുകൾക്ക് പ്രസംഗിക്കുക, ലേഖനങ്ങൾ എഴുതുക, പുസ്തകങ്ങൾ എഴുതുക. അപ്പോ അത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചില മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടാണത്. അപ്പോ ഉദാഹരണം പറഞ്ഞാൽ സഹോദര പ്രസ്ഥാനം, അദ്ദേഹം സാധാരണ അയ്യപ്പന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ജീവചരിത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു രചനാ മണ്ഡലം. അതിലിപ്പോ നാരായണ ഗുരുവിന്റെ ജീവചരിത്രം, അല്ലെങ്കിൽ ബഷീർ, അല്ലെങ്കിൽ ചങ്ങമ്പുഴ, ആശാൻ, അവരൊക്കെ ജീവചരിത്രത്തെ എഴുതിയിട്ടുണ്ട്. M ഗോവിന്ദന്റെയും കുട്ടീഷ്ണമാരാരുടെയും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോ അദ്ദേഹം പുതിയ രീതിയിൽ ഈ നാടിനെ പുതുക്കി പണിയുന്നതിൽ പണിയെടുത്ത ആളുകളുടെ കൂടെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഒരു ഉദാഹരണം ആലോചിച്ച് നോക്കൂ. 100 കൊല്ലം മുമ്പ് ജാതി മാറി കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ, മിശ്ര വിവാഹം എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിപ്ലവമാണ്. ഇന്നല്ല, അന്നാണല്ലോ. അപ്പോ മിശ്ര വിവാഹം, അതുപോലെ മിശ്രഭോജനം തുടങ്ങിയുള്ള കാര്യങ്ങൾ. അപ്പോ സഹോദരൻ അയ്യപ്പന്റെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് സാനു മാഷ്. പിന്നെ എപ്പോഴും നവോത്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടി, സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി, ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയാണ് അദ്ദേഹം എഴുതിയതും പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും ജീവിച്ചതും ഒക്കെ. ശരി, വളരെയധികം നന്ദി.